വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന സംശയം 10 വയസ്സുകാരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലേമാട് സ്വദേശിയായ 10 വയസ്സുകാരനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് കുട്ടിക്ക് പനി തുടങ്ങിയത്. പിന്നീട് ഛർദിയും തുടങ്ങി. ചുങ്കത്ര കോട്ടേപ്പാടത്തുള്ള മാതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പനി ആരംഭിച്ചത്. ഇതേ തുടർന്ന് 3-ാം തീയതി കുട്ടിയെ കോട്ടേപ്പാടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെയും മാതാവിന്റെ കോട്ടേപ്പാടത്തുള്ള വീട്ടിലും പരിശോധന നടത്തി. പ്രദേശത്ത് സിംറ്റമാറ്റിക് സർവേ നടത്തി. പനി, തലവേദന, ഛർദി, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ എടക്കര കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീൻ ഫൈസൽ നിർദ്ദേശം നൽകി. അമീബിക് മെനിഞ്ചൈറ്റിസ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും കുളങ്ങളിലുമൊക്കെ മലിനമായ ജലം അതിൽ കുളിക്കുന്നതിലൂടെയും അതേപോലെ മുഖം കഴുകുന്നതിലൂടെയൊക്കെയാണ് പടരുന്നത്. ഇത് ശരീരത്തിൽ മൂക്കിലൂടെയാണ് തലച്ചോറിലെത്തുന്നത്. അങ്ങനെ തലച്ചോറിലെ കോശങ്ങളെ അത് തിന്ന് നശിപ്പിക്കുകയും മാരകമായ രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലിനമായ വെള്ളം കൊണ്ട് മുഖം കഴുകാതിരിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കുക, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക, വാട്ടർ ടാങ്കുകളൊക്കെ കഴുകി വൃത്തിയാക്കുക, പുഴകളിലും അതേപോലെ തന്നെ കുളങ്ങളിലുമൊക്കെയുള്ള കുളി തൽക്കാലം നിർത്തിവെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടിയുടെയും സമീപ വീടുകളിലെയും കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേഷൻ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, എടക്കര.